ഇപ്പോൾ BPD പോലെ തന്നെ ഗൗരി തുറന്നു പറഞ്ഞ മറ്റൊരു കാര്യമാണ് അബോർഷനിലൂടെ കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച്. അപ്പം അത് ഇപ്പോൾ നേരത്തെ ഗൗരി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ അങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാം എന്ന് വിചാരിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നു എവിടെയോ. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് വരുവാണെങ്കിൽ ആളുകൾക്കത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും, കുറച്ചുകൂടെ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സംഭവം അവരിങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതുകൊണ്ടെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ദിസ് ഇസ് സംതിങ് ഐ ഫേസ്ഡ്. അപ്പം അവിടെ ഞാനും കേൾക്കുന്ന ആളും തമ്മിൽ ഉള്ള ഒരു ബന്ധം ക്രിയേറ്റ് ആകുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ദ പേഴ്സൺ മോർ. അപ്പോൾ അവിടെയാണ് എൻ്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് ക്ലിയറായിട്ട് അറിയാവുന്ന അതിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത് എന്താണ്, ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോഴേക്കും എങ്ങനെയാണ് അതിൽ നമ്മൾ കയറി വരാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് അത് ഫേസ് ചെയ്തത് എന്നൊക്കെ ഉള്ളൊരു വളരെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ വേറെ ആളോട് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അതിലൊരു റിലേറ്റബിലിറ്റിയും ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു സാധനത്തിൽ കുറച്ചുകൂടി അവരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സ്വന്തം കാര്യം ഓക്കെ ഇത് പറഞ്ഞാൽ സഹായിക്കുമെങ്കിൽ ഓക്കെ പറയാം. പിന്നെ വലിയ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നത്രേ ഉള്ളൂ. ഇപ്പം ഇത്രയും സ്വതന്ത്രമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റ് പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക്, ഇപ്പം ഗൗരിയെ സംബന്ധിച്ചിടത്തോളം പാട്ടുകാരെന്ന് മാത്രം ചോദിക്കാൻ പറ്റില്ല, കാരണം ഗൗരി മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. അപ്പം അങ്ങനത്തെ ആരായിരിക്കും? ഒരുപാട് പേരുണ്ട്. ഞാനൊരു ആളെന്നുള്ളതിനേക്കാളും കൂടുതൽ മേ ബി ഓരോ ആഴ്ചയും എൻ്റെ പ്ലേലിസ്റ്റ് മാറുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പാട്ടിൽ വീഡിയോസ് കാണാറുണ്ട്, പാട്ടിൽ കേൾക്കാറുണ്ട്, കണ്ടൻറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഒരു ഫോർമേറ്റീവ് തുടക്കത്തിലുള്ളൊരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ആ പ്രായത്തിലൊക്കെ കേട്ടിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അവിടെ നിന്നുള്ള എസൻസ് ഇപ്പോഴും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പം ശ്രീ വിദ്യാസാഗർ, ലൈക്ക് AR റഹ്മാൻ, അങ്ങനെയുള്ള അതിപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. വിദ്യാജിയുടെ ഏറ്റവും ഇഷ്ടമുള്ള, എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും? എനിക്ക് ലിറിക്സ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അറിയാവുന്ന പോലെ പാടാം. മിന്നും നിലാ തിങ്കളായി നീ മഞ്ഞിൽ വിരിഞ്ഞുന്നുവാ, നീയില്ല എങ്കിൽ നിൻ കൂട്ടില്ല എങ്കിൽ ഏകാന്തമല്ലോ കണ്ണേ. ഞാൻ വിദ്യാജിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്തൊരു നമ്മളിങ്ങനെ എന്താ പറയുക, കേട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എത്രയോ പത്തിലധികം ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുള്ള. അപ്പം ഈ പാട്ട് ഭയങ്കര എല്ലാ പാട്ടുകളും അല്ലേ ഒന്നൊന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ റഹ്മാൻജിയിലേക്ക് വരുമ്പം ഏതായിരിക്കും എപ്പോഴും ഇപ്പം പറഞ്ഞല്ലോ പ്ലേലിസ്റ്റ് മാറുമെങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ചില പാട്ടുകൾ ഉണ്ടാവില്ലേ? എനിക്ക് മറ്റേ റീസെൻ്റ്ലി മൈലിരകെ എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്കിത് ലിറിക്സ് വലിയ ഇതില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ എപ്പോൾ വെച്ചാലും കേട്ടോണ്ടിരിക്കാം, അങ്ങനത്തെ പാട്ടാണ്. ഇപ്പം ഈ MA BA ഒക്കെ മ്യൂസിക്കിൽ, കർണാട്ടിക് മ്യൂസിക്കിൽ ഡിഗ്രി ഉള്ള ആൾ എങ്ങനെയാണ് പാട്ട് പ്രാക്ടീസൊക്കെ ഇപ്പം അന്ന് നിങ്ങൾ പഠിച്ചു വന്ന ആ ഒരു രീതിയിലൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ഞാൻ പല ജോണേഴ്സ് പഠിച്ചിട്ടുള്ള ആളാണ്. കർണാട്ടിക് മാത്രമല്ല, എനിക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ വോക്കൽസിൽ ഗ്രേഡ്സ് ഉണ്ട്, ഹിന്ദുസ്ഥാനി കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം വെനെവർ ഐ എം പ്രാക്ടീസിങ് ഈ പറഞ്ഞ എല്ലായിടത്തും ഉള്ള എലമെൻ്റ് ഉണ്ടാവും. കേൾവി ഒരു വലിയ ഫാക്ടറാണ്. പുതുതായിട്ട് എന്താ കേൾക്കുന്നത്, ഈ കേൾക്കുന്ന സാധനങ്ങളിൽ നിന്ന് എന്തെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പഠിച്ച പാഠങ്ങൾ. അപ്പം ഒരു പെർട്ടിക്കുലർ ജോണർ മാത്രം വെച്ചിട്ടല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ സിംഗിങ്ങും എൻ്റെ പെർഫോമൻസും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്.